ജനപ്രതിനിധിയായ ഒരു യുവ നേതാവ് ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയിട്ട് 1 മാസമാകുന്നു. കേരളത്തിലെ സകല മാധ്യമങ്ങളും മൂടി വച്ചിരിക്കുകയാണ്. എന്തിനേറെ ആ മാധ്യമ പ്രവർത്തക ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ എഡിറ്റോറിയൽ മേധാവി ഒരു വനിതയാണ്. അവരും കഴിഞ്ഞ കുറേ കാലമായി ഒരുപാട് സ്റ്റോറികൾ, കവറുള്ള സ്റ്റോറിയും കവറില്ലാത്ത സ്റ്റോറിയും ഒക്കെ ചെയ്യുന്ന ആ മാധ്യമത്തിലെ മാധ്യമ പ്രവർത്തകയും അവരുടെ സ്ഥാപനവും ഈ പീഡനത്തിനിരയായ ജേർണലിസ്റ്റിന് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി കാമ എന്നും മിണ്ടുന്നില്ല. കേട്ടിരുന്നോ? ഇങ്ങനെ ഞാനും കേട്ടു. സമീപകാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം ഒരു ദേശീയ പാർട്ടിയുടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരു മണ്ഡലത്തിൽ മത്സരിച്ച ആളാണ്. അവരുടെ യുവജന വിഭാഗത്തിൻ്റെ തീപ്പൊരി നേതാക്കളിൽ ഒരാൾ. അതെ, നേതാക്കളിൽ ഒരാൾ. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് ഇനിയും വരുമോ എന്നൊക്കെ ചോദിച്ച് ചില ആളുകൾ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത്. പക്ഷേ ഇത് എങ്ങനെ സംഭവിച്ചു, എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയൊന്നും എനിക്ക് വലിയ ധാരണ. അല്ല, ഈ നേതാവിനെ കുറിച്ചൊരു കഥയുണ്ട്. ആളുകൾക്ക്, പ്രത്യേകിച്ച് വനിതകൾക്ക് മെസ്സേജ് അയക്കും. ആദ്യം SMS അയക്കും. SMS-ന് മെസ്സേജ് ബ്ലോക്ക് ചെയ്താൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കും. അത് ബ്ലോക്ക് ചെയ്താൽ ടെലഗ്രാമിൽ അയക്കും. ടെലഗ്രാം ബ്ലോക്ക് ചെയ്താൽ മെസ്സഞ്ചറിൽ അയക്കും. മെസ്സഞ്ചർ ബ്ലോക്ക് ചെയ്താൽ ഇൻസ്റ്റയിൽ അയക്കും. ഇൻസ്റ്റ ബ്ലോക്ക് ചെയ്താൽ ഇതറിയോ, അവസാനം ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കും. അയ്യേ, ഗൂഗിൾ പേയിൽ മെസ്സേജ് അയക്കാൻ പറ്റും. അത് മെസ്സേജ് അയക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ കൂടെ 5 രൂപ 10 രൂപയും കൂടി അയക്കുമോ? അതെ, റേറ്റ് പിന്നീട് ഫിക്സ് ചെയ്യുമായിരിക്കും. ഇയാൾ തെക്ക് ഭാഗത്ത് നിന്നുള്ള ഒരാളാണ്. മത്സരിച്ചത് വടക്ക് ഭാഗത്താണെന്ന് പറയാം. ഒരു പൂർണ്ണമായി വടക്ക് എന്ന് പറയാൻ പറ്റില്ല. പണ്ട് കൊച്ചിയുടെ ഭാഗമായി അത്ര സൂക്ഷ്മമായി പറയണ്ട, ഒരു FIR ഇടുമെന്ന് നോക്കട്ടെ. അതെ. അപ്പോൾ ഇത് ഈ നേതാവ് സത്യത്തിൽ പെരനിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. നേരത്തെ തന്നെയൊക്കെ വിവാഹമാകാമായിരുന്നു. ആ പ്രായമൊക്കെ. കല്യാണം കഴിച്ചിട്ടില്ല. ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. എന്തൊരു ചിരിയാണെന്നറിയാവോ? കോളിനോസ് ചിരിയാണ്. അതെ, ചിരിയാണ്. അപ്പോൾ പുറത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. കേരളത്തിന് പുറത്ത് ഒക്കെ, ഇന്ത്യക്ക് പുറത്തല്ല, കേരളത്തിന് പുറത്ത് ഡൽഹിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലെന്ന് തോന്നുന്നു. മതി. അപ്പോൾ ഇത് മാധ്യമങ്ങൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായില്ല. മാധ്യമ പ്രവർത്തക ഒരു പരാതി ഉന്നയിക്കേണ്ടതാണല്ലോ. അല്ല, സുരേഷ് ഗോപി എന്ന് തോളത്ത് തൊട്ട മാധ്യമ പ്രവർത്തക പരാതിപ്പെടും. മാധ്യമ ശിംഗങ്ങൾ സടകുടഞ്ഞിരിക്കും. മാധ്യമ സംഘടന പ്രതികരിക്കും. പക്ഷേ ഒരു ജനപ്രതിനിധി പോയി പീഡിപ്പിച്ചാൽ ഇരയ്ക്ക് നീതിയില്ല, പരാതിയില്ല. എല്ലാവരും കൂടെ പൊതിഞ്ഞു മൂടി ഒത്തുതീർപ്പാക്കാൻ നടക്കും. അതായത് ഇത് എന്തായാലും പൊട്ടി ഒഴുകും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വലിയ മലിനജലം താമസിയാതെ ഇത് എവിടെ നിന്നെങ്കിലും ഇത് ഒലിച്ചിങ്ങനെ മലിനമാകാതിരിക്കില്ല. അതായത് ഇവിടുത്തെ ഭരണകക്ഷിയിൽപ്പെട്ട ആളല്ലല്ലോ. അപ്പം ഇവിടുത്തെ ഭരണകക്ഷിക്ക് ഇതെന്തുകൊണ്ട് ഉന്നയിക്കാം? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടുത്തെ ഭരണകക്ഷി അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ DYFI ആണ് നിശ്ചയമായും പ്രതികരിക്കേണ്ടത്. കാരണം ആ ജനപ്രതിനിധിക്ക് ഒരു യുവജന സംഘടനയുമായി ബന്ധമുണ്ട്. അപ്പോൾ നിശ്ചയമായും DYFI പ്രതികരിക്കേണ്ടതാണ്. മിണ്ടുന്നില്ല. ഇവരൊക്കെ ഒരേ തൂവൽ പക്ഷികളാണോ? അതായത് ആ പ്രത്യേക ജില്ലയിൽ ഇവിടുത്തെ ഭരണകക്ഷി ഉണ്ടല്ലോ, CPM-ന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. BJPക്ക് വലിയ സ്റ്റേക്കുള്ള മണ്ഡലമാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട BJP മിണ്ടുന്നില്ല. അവരുടെ ഈ CPM-ന്റെ ഒരു നേതാവ് ഇത്തരം ആരോപണങ്ങളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ഡലവുമാണ്. ആ ജില്ലയിലെ നേതാവ് ഇപ്പം വേറെ പാർട്ടി വിടാനൊക്കെ നോക്കുന്നുണ്ട്. UDF-ന്റെ തീവ്രത അളക്കുന്ന യന്ത്രമൊക്കെ AK ബാലനും ശ്രീമതിയൊക്കെ പ്രവർത്തിപ്പിച്ച ജില്ലയാണ്. ഇപ്പം നിങ്ങൾ ജില്ലയുടെ പേരും പറഞ്ഞില്ലല്ലോ. കേരളത്തിൽ എല്ലായിടത്തും ഈ തീവ്രത അളക്കാറുണ്ട്. പാർട്ടിക്കാർ പീഡിപ്പിച്ചാൽ
തീവ്രത പോരാ എന്നുള്ളത് പാർട്ടിയുടെ പൊതുനയമാണ്. എന്തായാലും അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല. ആ പാർട്ടിയെ പറ്റി എനിക്ക് അറിയാവൂ. ആ പാർട്ടിയിൽ സാധാരണ ചുമപ്പ് ഷർട്ടൊക്കെ ഇട്ട് നടക്കുന്ന ആളിപ്പോൾ വെളുത്ത ഷർട്ടിലേക്കൊക്കെ വരികയൊക്കെ ചെയ്ത സ്ഥലമാണത്. പക്ഷേ ഈ പറഞ്ഞ നേതാവ് വലിയ വർത്തമാനമൊന്നും ഇപ്പോൾ പഴയതുപോലെ കാണാനില്ല. കുറച്ച് രംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴൊക്കെ ഇത് പുറത്ത് അത്യാവശ്യം വന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വന്നിട്ട് ഒരു മീഡിയ എന്ന നിലയിൽ ആദ്യമായി നമ്മൾ ഇത് ടേക്കപ്പ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ പേരും ചിത്രവും ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കും. പറയേണ്ടി വരും. പറഞ്ഞിരിക്കും. ഇതെന്തുകൊണ്ട് ഈ മാധ്യമ സ്ഥാപനം ഒളിച്ചു വെക്കുന്നു? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തെല്ലാം സ്റ്റോറികൾ, അത് സ്റ്റോറി അവതരിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് സ്റ്റോറികൾ പരസ്യമായി ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നു, രണ്ടുപേര് ചായ കുടിക്കുമ്പോൾ ഈ താരം ഈ മാധ്യമ മേധാവി നടന്നു വരുന്നു, ഉടനെ എണീറ്റ് സംസാരിക്കുന്നു, വിട്ടുവീഴ്ചയില്ലാതെ പോരാടുന്ന ആളെന്നുള്ള ഒരു ഇമേജൊക്കെയുള്ള മാധ്യമ സ്ഥാപനത്തിൻ്റെ പരമോന്നത സ്ഥാനത്തിരിക്കുന്ന വനിത തൻ്റെ കീഴിലുള്ള തൻ്റെ ഒരു സഹപ്രവർത്തക പീഡിപ്പിക്കപ്പെട്ട് 1 മാസം കഴിഞ്ഞിട്ടും ഒരക്ഷരം കിട്ടുന്നില്ല. അതെ, ഇതിൽ ഈ പീഡകൻ കൊണ്ടുപോകുന്ന ബാഗുകളുടെ നിറം വരെയൊക്കെ പണ്ട് കാലത്ത് ചർച്ച ചെയ്തിട്ടുമൊക്കെ ഉണ്ട്. അതൊക്കെ ആരോപണ വിധേയമായിട്ടും ഒക്കെ വന്നിട്ടുള്ളതാണ്. എന്നിട്ട് ഇവിടുത്തെ ഭരണകക്ഷി ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. ഭരണകക്ഷി മിണ്ടില്ലല്ലോ. ഭരണകക്ഷിക്ക് അതിൻ്റെ അകത്ത് സ്റ്റേക്ക് ഉള്ളതാണ്. കാരണം അവർക്ക് അവരുടെ കോട്ട പോലെ നിന്നൊരു സ്ഥലമാണ്. പക്ഷെ BJPയുടെ കയ്യിലേക്ക് പോയി അത്. അപ്പോൾ അതുകൊണ്ട് അവർ അത് ടേക്കപ്പ് ചെയ്യുന്നില്ല, മാധ്യമം ടേക്കപ്പ് ചെയ്യുന്നില്ല. പക്ഷേ KUWJ കേരള മാധ്യമ പ്രവർത്തകരുടെ സംഘടന സുരേഷ് ഗോപി തോളിൽ തട്ടി എന്ന് പറഞ്ഞ് എന്തൊരു കോലാഹലമായിരുന്നു. ഈ KUWJ ഇവിടെ പത്രപ്രവർത്തകർക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങളെ പറ്റി പോലും അല്ല, എനിക്കറിയില്ല. ഈ പീഡനത്തിനിരയായ മാധ്യമ പ്രവർത്തക ഇനി KUWJ അംഗമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അല്ലായിരിക്കും. അതുകൊണ്ടായിരിക്കാം സംഘടന ഇടപെടാത്തത്. ആ മാധ്യമ പ്രവർത്തക പ്രോ ലെഫ്റ്റ് അല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾക്ക് നമുക്ക് ഇപ്പോൾ പോകണ്ട. മാധ്യമ പ്രവർത്തക അവിടെ നിൽക്കട്ടെ. അതെ, അവരവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് എല്ലാവരും ചേർന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും പതുക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. നേരത്തെ സുനിൽ പറഞ്ഞ വിഷയമുണ്ട് ഇതിൻ്റെ അകത്ത്. സുരേഷ് ഗോപിയെ പോലെ ഒരാളുകളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത്തരം ഒരു കാര്യം വരുമ്പോൾ മിണ്ടാട്ടം മുട്ടുന്നു. സുരേഷ് ഗോപിയുടെ എന്ത് കാര്യം, ഇപ്പോൾ ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ വന്നിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെയെങ്കിലും പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇത് കാണാൻ ആളില്ല എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്ന തൃശ്ശൂർക്കാരും ഒക്കെ ഉണ്ട്. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന സിനിമയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ സുരേഷ് ഗോപിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ മാധ്യമപ്രവർത്തകരാണല്ലോ വേട്ടയാടലിന് മുന്നിൽ നിൽക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഇങ്ങനെ സ്വന്തം കൂട്ടത്തിലൊരാൾക്ക് ഇങ്ങനെ സ്വന്തം കൂട്ടത്തിലൊരാളെ പീഡിപ്പിച്ച ഈ വിദ്വാനെ കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ തോളത്ത് കൈയിട്ട് കിടക്കും. മാധ്യമപ്രവർത്തകർ ഈ വിദ്വാനെ വിളിക്കുന്ന പേരറിയാവോ? ചാറ്റർജി. അതെന്തുകൊണ്ടാ? അത് പറയാം അടുത്ത എപ്പിസോഡിൽ. അത് മറ്റേ ഈ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരിക്കും. ഗൂഗിൾ പേയിലും ചാറ്റർജി അതാണ് പറഞ്ഞത്. മെസ്സേജ്, വാട്സാപ്പ്, ഇൻസ്റ്റ, മെസ്സഞ്ചർ, ടെലഗ്രാം, സ്നാപ്ചാറ്റ് എല്ലാം ബ്ലോക്ക് ചെയ്താൽ പുള്ളി ഗൂഗിൾ പേയിൽ വന്ന് ചാറ്റ് ചെയ്യും. അപ്പൊ ചാറ്റർജി ശരിക്കും പീഡകനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ബ്ലോക്ക് ചെയ്യുന്നത് ശല്യം കൊണ്ടാണല്ലോ. അപ്പോൾ ആ ശല്യത്തിനെയും ഒക്കെ അതിക്രമിച്ച് കയറാൻ മാത്രം ഞാൻ എന്തോ മഹത്തായ സംഭവമാണെന്ന് അയാൾ ധരിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പാലോട് രവിയെ രാഖി രാമാനൻ സത്യത്തിൽ പാലോട് രവി പറഞ്ഞത് പോസിറ്റീവായ കാര്യങ്ങളാണ്. ഞാൻ ആ പ്രസംഗം മുഴുവൻ കിട്ടും. പാലോട് രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. കാരണം കേരളത്തിലെ പാർട്ടിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. നിങ്ങൾക്കൊന്നും പാർട്ടിയോട് ആത്മാർത്ഥതയില്ല, ഇങ്ങനല്ല പ്രവർത്തിക്കേണ്ട എന്നാണ് രവി പറയുന്നത്. പാലോട് രവി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ശരിയായ അവസ്ഥ പാലോട് രവി എന്നെ വിശദീകരിച്ചിരിക്കുന്നത് നമ്മുടെ അവസ്ഥ നന്നാവണം, നമ്മുടെ പ്രവർത്തകർ നന്നായിട്ട് പ്രവർത്തിക്കണം എന്നുള്ള സന്ദേശം ഇങ്ങനെ ഫോണിൽ എല്ലാവരോടും സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചതാണ്. ജലീൽ എന്ന് പറഞ്ഞൊരാളാണ് ഇത് ചോർത്തി പുറത്തു വിട്ടിരിക്കുന്നത്. ജലീലിനെതിരെ നടപടി പാർട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ അകത്തെ ചില
ആളുകൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിലൊരു ചേരിക്ക് പാലോട് രവിയെ വേണ്ടായിരുന്നു. പാലോട് രവിയെ എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിനൊരു കാരണമാക്കി, ഒരു കാരണം കൊണ്ടുവന്നു. അതിന് സണ്ണി ജോസഫ് നിന്നും കൊടുത്തു. പാലോട് രവി സണ്ണി ജോസഫിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അത്യാവശ്യം കോൺഗ്രസ്സുകാരും തുറന്ന് സംസാരിക്കുന്നവരാണല്ലോ. അവരൊക്കെ പരസ്പരം പറയുന്നൊരു കാര്യമാണ്. 2 തവണയായി പ്രതിപക്ഷത്ത്, ഒരു തവണയും കൂടി പ്രതിപക്ഷത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കച്ചവടം. അതെ, BJP എങ്ങനെയെങ്കിലും 10-60 സീറ്റിൽ കാശിറക്കുകയാണെങ്കിലും 2ാം സ്ഥാനത്ത് വരും. അത് സത്യമാണോ ഇല്ലയോ എന്നൊക്കെയുള്ള വേറെ കാര്യം. കാരണം കാശ് കൊടുത്ത് സീറ്റ് ജയിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നതിലൊക്കെ എത്ര സത്യമുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ ഈ പാലോട് രവി പറയുന്നത്. എന്നാലും അതിൻ്റെ സത്ത BJP കുറേ സീറ്റുകൾ നേടുമെന്നും. അല്ല, പാലോട് രവി പറയാ ആത്യന്തികമായിട്ട് ശരിയാണ്. അടുത്ത പ്രാവശ്യം UDF വരത്തില്ല, LDF വരുള്ളൂ എന്നുള്ള എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയം സീരിയസ് ആയി നോക്കുന്ന എല്ലാവർക്കും അറിയാം. അതെ, ശരിയല്ലേ? അതെ. BJPക്കും കോൺഗ്രസ് മുക്തമാകണം കേരളം എന്നല്ലേ BJPക്കും ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന പ്രതിസന്ധിയെപ്പറ്റി ഉറക്കെ ചിന്തിച്ചതാണ് പാലോട് രവി. ആ പാലോട് രവിയെ രായ്ക്ക് രാമാനം എടുത്ത് കളഞ്ഞു. എന്നിട്ടും ഈ പീഡകനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അതും ആ പാർട്ടി ഇന്നത്തെ എത്തി നിൽക്കുന്ന ദുരവസ്ഥയുടെ തെളിവാണ്. ഏതായാലും കേരളത്തിലെ ജനപ്രതിനിധി എന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമുക്ക് അവസാനം പറയാം. ജനപ്രതിനിധിയല്ല, ഒരു MLA ആണ്. UDFൻ്റെ MLA ആണ്, കോൺഗ്രസിൻ്റെ MLA ആണ്. അത് ചാറ്റർജി എന്ന് കളിയാക്കി മാധ്യമപ്രവർത്തകർ ഇയാളുടെ ചാറ്റ് ശല്യം കൊണ്ട് പേര് വിളിക്കുന്ന ആളുടെ പേര് അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.